നമസ്കാരം. പൈസ്റ്റൺ ഐറ്റിയിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ സീനിയർ ബാച്ചിലെ കുട്ടികളുടെ ഒരു ടോപ്പിക്കാണ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ലാബിൽ ചെയ്തതാണ്. റെക്ടിഫയർ സർക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താ കിട്ടുക? നമ്മളൊരു AC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് DC ആയിരിക്കും കിട്ടുക. പക്ഷേ ആ DC കിട്ടിയാലും അത് പ്യുവറായിട്ടുള്ളൊരു DC അല്ല കിട്ടുക നമുക്ക്. അപ്പോൾ പ്യുവർ DC ആണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റെക്ടിഫയറിൽ നിന്ന് കിട്ടിയ ആ ഔട്ട്പുട്ടിനെ നമ്മൾ ആ പൾസേറ്റിംഗ് ആയിട്ടുള്ള DCയെ നമ്മൾ ആദ്യം ഒരു ഫിൽറ്റർ സർക്യൂട്ടിലൂടെ കടത്തിവിടുന്നുണ്ട്. എന്തിനാണ്? അതിനകത്ത് കുറച്ചും കൂടെ അതിൻ്റെ ആ പൾസേറ്റിംഗ് നേച്ചർ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ സർക്യൂട്ടിലേക്ക് കടത്തിവിടുന്നു. പക്ഷേ ഫിൽറ്റർ സർക്യൂട്ടിലൂടെ പോയെന്ന് പറഞ്ഞാലും അതിനെന്തുണ്ടാവും? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് സ്റ്റെബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പം അത് വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ലോഡ് കറണ്ടിന് എന്ത് തന്നെ സംഭവിച്ചാലും വോൾട്ടേജിന് യാതൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് ലഭിക്കുന്ന റെക്ടിഫൈ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന DCയെ പ്യുവറായിട്ടുള്ള DC ആയിരിക്കത്തില്ല. അതിൽ പൾസേറ്റിംഗ് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഈ പൾസേറ്റിംഗ് നേച്ചറിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഫിൽറ്റർ സർക്യൂട്ടിലൂടെ കടത്തിവിടുന്നു. ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ് ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുക. മനസ്സിലായോ? പക്ഷേ ഈ കപ്പാസിറ്ററിലൂടെ ഇത് കടന്നു വന്നാലും ഇതിനകത്ത് എന്തുണ്ടാവും? ഈ വോൾട്ടേജിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് മെയിനായിട്ട് രണ്ട് കമ്പോണൻസ് ആണ് ഉപയോഗിക്കുക. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെനർ ഡയോഡാണ്. പക്ഷേ സെനർ ഡയോഡ് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. എന്നാലും നമുക്ക് ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡയോഡാണ്. സാധാരണ ഡയോഡുകൾ ഫോർവേഡ് ബയസിലാണ് കണ്ടക്ട് ചെയ്യുക. യൂണി ഡയറക്ഷനിലാണ്. അപ്പം സെനർ ഡയോഡിൻ്റെ കേസിൽ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായോ? അതായത് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി കറണ്ടിനെ പാസ് ചെയ്യിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? സെനർ ഡയോഡിന് സാധിക്കുന്നുണ്ട്. പക്ഷേ നോർമൽ ഡയോഡ് ഒരിക്കലും റിവേഴ്സ് ബയസിൽ ആ ഒരു സംഭവം ചെയ്യില്ല. മനസ്സിലായോ? പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് IC ആണ്. IC റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക. എ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് എ സിസ്റ്റം ഡിസൈൻഡ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ലെവൽ. എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് ഒരു കോൺസ്റ്റൻറ്റ് ലെവല് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കുക. A voltage regulator is a system designed to maintain a constant voltage level. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുമ്പം ലോഡ് കറണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കിനും വോൾട്ടേജ് കുറയുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കുന്നു. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും നമുക്ക് നേരിടേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റേഴ്സാണ് എന്തെന്ന് പറയുന്നത് 7805. ഈ 7805 സീരീസും ഉണ്ട്. 7805
7805 ആയിട്ടുള്ള ICസും ഉണ്ട്. 79 ആയിട്ടുള്ള സീരീസുള്ള ICസും ഉണ്ട്. അപ്പോൾ ഈ 7805, 7809, 7812, 7824. ഇപ്പോൾ ഇവിടെ 05 പകരം 09 വരാം, 012 വരാം, 024 വരാം. 0 അല്ല 24 വരാം. അതായത് 7805, 7809, 7812, 7824 ഇങ്ങനെ ഈ രീതിയിൽ ഈ ഐസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമ്മളിപ്പോൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് 7805 ആണ് കേട്ടോ. അപ്പം ഈ 7805 പകരം നമുക്ക് ഏതൊക്കെ വേണമെങ്കിൽ വരാം? 7809 വരാം, 12 വരാം, 24 വരാം. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെയാണ് ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് 7805 ആണെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 5 വോൾട്ടാണ് നമുക്ക് കിട്ടുക. 09 ആണെന്നുണ്ടെങ്കിൽ 9 വോൾട്ട് കിട്ടും, 12 ആണെന്നുണ്ടെങ്കിൽ 12 വോൾട്ട്, 24 ആണെങ്കിൽ 24. പിക്ചറിൽ വ്യത്യാസമൊന്നുമില്ല. എന്തിലാണ് മാത്രം വ്യത്യാസമുള്ള? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാത്രം വ്യത്യാസം വരും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിൻ്റെ ഒരു പിൻ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ 3 ടെർമിനലാണ് കണ്ടോ? 3 ടെർമിനൽ 1, 2, 3 എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. രണ്ടാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. മൂന്നാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അങ്ങനെയാണ് നമ്മളിവിടെ അപ്പോൾ 7805ൻ്റെ പിൻ ഡയഗ്രമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എന്താണ് അതിൻ്റെ ഫസ്റ്റ് പിൻ ഡയഗ്രം എന്ന് പറയുന്നത്? ഫസ്റ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, രണ്ടാമത്തേത് ഗ്രൗണ്ടാണ്, മൂന്നാമത്തേത് ഔട്ട്പുട്ട് ടെർമിനലാണ്. അപ്പം 7805ൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് +5 വോൾട്ടാണ് കേട്ടോ. അത് ഈ 7805ൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +5 വോൾട്ടാണ്. ഇപ്പോൾ ഇതുപോലെ ഇവിടെ 7809 ആയിരുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് +9 വോൾട്ടാണ്. 12 ആണെങ്കിൽ +12, 24 ആണെങ്കിൽ +24. പിൻ ഡയഗ്രത്തിൽ വ്യത്യാസം വരത്തില്ല. അവരുടെ ഔട്ട്പുട്ടിൽ മാത്രമാണ് നമുക്ക് 780 78 എന്നുള്ള ആ ഒരു IC സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ഇതുപോലെ തന്നെ 79 സീരീസും ഉണ്ട്. 79 സീരീസിൻ്റെ പിൻ ഡയഗ്രവും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രവുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിലെന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഫസ്റ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്, സെക്കൻഡ് ടെർമിനൽ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, തേർഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അപ്പം ഇതാണ് 7905 അല്ലെങ്കിൽ 79 IC റെഗുലേറ്ററിൻ്റെ പിൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെ 7905 എന്ന് കൊടുത്തിട്ടില്ലേ, ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് -5 വോൾട്ടാണ് കിട്ടുക. ഇനി ഇതെല്ലാം 7909 ഉണ്ട്, 7912 ഉണ്ട്, 7924 ഉണ്ട്. ഇതിൽ നിന്നെല്ലാം വരുന്ന വാല്യൂ നെഗറ്റീവ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ ഒരു വ്യത്യാസം, ICകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം 78 സീരീസിൻ്റെ ഫസ്റ്റ് ടെർമിനൽ ഇൻപുട്ടാണോ അല്ലെങ്കിൽ ഗ്രൗണ്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് ചോദിക്കാം. അപ്പം ഈ ഒരു പിൻ ഡയഗ്രം ഓർത്ത് വെച്ചേക്കുക. കാരണം 2 ICയുടെയും എന്താണ് ഡിഫറൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ പിൻ ഡയഗ്രം ഓർത്ത് വെക്കുക. 79 സീരീസിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും അടുത്ത് വരും, ഗ്രൗണ്ടാണ് ആദ്യം ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, എന്താ ഒരു IC റെഗുലേറ്റർ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആണ്. എന്ത് DC? പൾസേറ്റിംഗ് DC ആണ്. പൾസേറ്റിംഗ് DC ഇവിടെ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 കപ്പാസിറ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. C1, C2, C3, C4 എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ നടുക്കായിട്ട് എന്ത് വെച്ചിരിക്കുന്നു? നമ്മുടെ IC റെഗുലേറ്റേഴ്സ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അൺനോൺ ആയിട്ടുള്ള നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽ ഉണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്? ഫിൽറ്റർ ഞാൻ പറഞ്ഞു ഡി സിയുടെ ആവശ്യമില്ലാത്ത പൾസേറ്റിങ്ങിൽ കുറച്ച് ഒന്ന് എന്താ കട്ട് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറച്ചും കൂടെ ഒരു നല്ല രീതിയിലുള്ളൊരു ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഈ രണ്ടാമത്തെ C2 എന്നുള്ള കപ്പാസിറ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ. പിന്നെ ഇവിടെ IC റെഗുലേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IC റെഗുലേറ്റേഴ്സിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിനെ നമ്മളൊരു ഫിൽറ്ററിലൂടെ കടത്തി വിടുന്നുണ്ട്. ലാസ്റ്റ് ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഇൻപുട്ട് സൈഡിലുള്ള പോലെ തന്നെയുള്ള ബൈപ്പാസും ഫിൽറ്ററും നമ്മൾ ഔട്ട്പുട്ടിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ IC റെഗുലേറ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ എടുക്കുക. മനസ്സിലായോ? ടെർമിനൽ മനസ്സിലായല്ലോ. ഇത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത് 7-8 സീരീസ് ഉള്ള ഒരു IC റെഗുലേറ്റേഴ്സാണ്. എല്ലാത്തിനും കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് IC റെഗുലേറ്റേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സർക്യൂട്ട് ഓർത്തിരുന്നാൽ മതി. IC റെഗുലേറ്റേഴ്സിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ, അതിലൂടെ കടന്നതിന് ശേഷം ഒരു ഫിൽറ്റർ കപ്പാസിറ്ററിലൂടെ വരുന്നുണ്ട്. ആ ഇൻപുട്ട് നേരെ IC റെഗുലേറ്റേഴ്സിലെത്തി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള, ഇപ്പം ഇൻപുട്ട് ലോഡ് കറണ്ട് കൂടുകയോ കുറയുകയോ എന്ത് തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും IC റെഗുലേറ്റേഴ്സ് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ IC വോൾട്ടേജിൽ നിന്നുള്ള ഔട്ട്പുട്ട് വീണ്ടും ഫിൽറ്ററിലൂടെയും ബൈപ്പാസിലൂടെയും കടന്നു പോയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി ഈ നമുക്ക് IC റെഗുലേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കാനുള്ളത്. എവിടെയൊക്കെയാണ് നമുക്ക് IC റെഗുലേറ്റേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലുള്ള IC റെഗുലേറ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെ? 7-8 സീരീസും 7-9 സീരീസും. നമുക്ക് ആദ്യം 7-8 സീരീസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫിക്സഡ് ഔട്ട്പുട്ട് റെഗുലേറ്റർ ആണിത്. മനസ്സിലായോ? ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്കിതിൽ നിന്ന് കിട്ടുക. വേരി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പോസിറ്റീവ് റെഗുലേറ്റർ ഇൻ നെഗറ്റീവ് കോൺഫിഗറേഷൻ, അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് റെഗുലേറ്റർ, കറണ്ട് റെഗുലേറ്റർ, അഡ്ജസ്റ്റബിൾ DC വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പം പിന്നീടുള്ളത് റെഗുലേറ്റഡ് ഡ്യുവൽ സപ്ലൈ, ഔട്ട്പുട്ട് പൊളാരിറ്റി, റിവേഴ്സൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, റിവേഴ്സ് ബയസ്ഡ് പ്രൊജക്ഷൻ സർക്യൂട്ട്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ 7805 എന്നുള്ള ICയുടെ മെയിനായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി 7905ൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കുക. എന്തൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് 5 വോൾട്ട് ഔട്ട്പുട്ട് റെഗുലേറ്റർ ടു ഫോർ ഓപ്പ് ആമ്പ് സിഗ്നൽസ്, അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് റെഗുലേറ്റർ, കറണ്ട് ലിമിറ്റർ ഫോർ സർട്ടൻ ആപ്ലിക്കേഷൻസ്, റെഗുലേറ്റഡ് ഡ്യുവൽ സപ്ലൈ. മനസ്സിലായോ? അപ്പം IC റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അത് നിങ്ങളുടെ സിലബസിൽ തന്നെയുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പം അത് ഇത്രയും കാര്യങ്ങൾ മാത്രം അതിനകത്ത് നോക്കിയാൽ മതി. ഞാൻ ബ്രീഫായിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് റെക്ടിഫയറിൽ നിന്നും കിട്ടുന്ന DC-യെ നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്താലും അതിൽ വോൾട്ടേജ് സ്റ്റെബിലൈസ് ആകണം എന്നില്ല. വോൾട്ടേജ് സ്റ്റേബിൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ IC റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുക. IC റെഗുലേറ്റേഴ്സ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാം. ഒന്ന് സെനർ ഡയോഡാണ്, രണ്ടാമത്തത് IC-കളാണ്. IC റെഗുലേറ്റേഴ്സ് ആണ്. സെനർ ഡയോഡിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുക. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അത് വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ആണ് പ്രവർത്തിക്കുക. നിങ്ങളുടെ സിലബസിൽ സെനർ ഡയോഡ് പറഞ്ഞിട്ടില്ല. പിന്നീടുള്ളത് IC റെഗുലേറ്റേഴ്സ് ആണ്. IC റെഗുലേറ്റേഴ്സ് മെയിൻലി രണ്ട് ടൈപ്സ് ഉണ്ട്. അത് ഒരെണ്ണം 7-8 സീരീസിൽ വരുന്നതും മറ്റേത് 7-9 സീരീസിൽ വരുന്നതും. ഇതിൽ നമുക്ക് 7-8-ലാണെങ്കിലും 7-9-ലാണെങ്കിലും 5 വോൾട്ടേജ്, 9 വോൾട്ടേജ്, 12 വോൾട്ടേജ്, 24 വോൾട്ടേജ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. 7-8 സീരീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജിനെയും 7-9 എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജിനെയും ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ അതിൻ്റെ സർക്യൂട്ട് കണ്ടു. ആദ്യം ബൈപ്പാസ് കപ്പാസിറ്ററിലൂടെ വരുന്നു, അതിനുശേഷം ഫിൽറ്ററിലൂടെ കയറി പോകുന്നു, അതിനുശേഷം നമ്മുടെ റെഗുലേറ്ററിൽ നിന്നും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമുക്ക് ലഭിക്കുകയും വീണ്ടും ഫിൽറ്ററിങ്ങും ബൈപ്പാസിങ്ങും കടന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇത്രയാണ് ഉള്ളത്. കുഞ്ഞു ടോപ്പിക്കാണ്. ഇനി അടുത്തത് നോക്കാനായിട്ടുള്ളത്
എന്താണ് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നീട് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പവർ സപ്ലൈകളിൽ IC റെഗുലേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സർക്യൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുമൊക്കെ IC റെഗുലേറ്റേഴ്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വലിയ ആപ്ലിക്കേഷൻസ് അത്ര ഓർത്തിരുന്നില്ല എങ്കിൽ തന്നെയും കമ്പ്യൂട്ടർ ആൻഡ് പവർ സപ്ലൈ ഇത് ഓർത്തിരിക്കുക.